أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ ബഖറയിലെ 127-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എൻ്റെ നാഥ, നീ ഇതിനെ ഒരു നിർഭയ നഗരമാക്കുകയും ഇവിടുത്തെ നിവാസികൾക്ക് അവരിൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർക്ക് ഫലവർഗ്ഗങ്ങളിൽ നിന്ന് ആഹാരം നൽകുകയും ചെയ്യണമേ. അവൻ അള്ളാഹു പറഞ്ഞു, വിശ്വസിക്കാത്തവനും ഞാൻ നൽകും. അവനെ അല്പകാല സുഖം അനുഭവിപ്പിക്കുകയും പിന്നെ അവനെ നരകശിക്ഷയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നതാണ്. ചെന്നെത്തുന്ന ആ സ്ഥലം വളരെ ദുഷിച്ചത് തന്നെ. ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ തുടർച്ചയെന്നോണം ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു: രണ്ടാമതായി ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, ഒരു ദാസൻ എപ്പോഴും ദൈവഹിതത്തിനനുസരിച്ച് സ്വയം മാറാൻ ശ്രമിക്കണം എന്നതാണ്. ഇതിനു മുൻപ് അള്ളാഹു ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞിരുന്നു: ലാ യനാലു അഹ്ദിൽ ളാലിമീൻ, എൻ്റെ കരാർ അക്രമികൾക്ക് ലഭിക്കുകയില്ല. അതായത്, നിന്റെ സന്താനങ്ങളിൽ ചില അക്രമികളും ഉണ്ടാകും, അവരുമായി എനിക്ക് യാതൊരു കരാറും ഉണ്ടാവുകയില്ല. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൂക്ഷ്മത നോക്കൂ. അദ്ദേഹം ഉടൻ തന്നെ അതിനനുസരിച്ച് സ്വയം ക്രമപ്പെടുത്തി. മക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു: വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽയൗമിൽ ആഖിർ. നാഥ, അവരിലെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് നീ ഫലങ്ങൾ നൽകണമേ. എൻ്റെ കരാറ് അക്രമികൾക്ക് ലഭിക്കില്ല എന്ന അള്ളാഹുവിൻ്റെ വചനം കേട്ടയുടനെ അദ്ദേഹം ഏകദൈവ വിശ്വാസത്തെ നിഷേധിക്കുന്നവരെ തൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവാക്കുകയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരിലേക്ക് മാത്രമായി തൻ്റെ പ്രാർത്ഥനയെ ചുരുക്കുകയും ചെയ്തു. അദ്ദേഹം പ്രാർത്ഥിച്ചത് വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി, അവർക്ക് ഫലവർഗ്ഗങ്ങൾ നൽകണമേ എന്നാണ്. ഇതിൻ്റെ അർത്ഥം ഇതാണ്: അല്ലയോ നാഥ, ഞാൻ നിന്നോട് അവർക്ക് വേണ്ടി വ്യാഴാഴ്ചത്തെ റൊട്ടിയോ ചോറോ ബിരിയാണിയോ ഒന്നുമല്ല ചോദിക്കുന്നത്. മറിച്ച് ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത ഈ സ്ഥലത്തേക്ക് ലോകത്തെമ്പാടുമുള്ള പഴവർഗ്ഗങ്ങൾ വരണമെന്നും ഇവർ ഇവിടെയിരുന്ന് അത് കഴിക്കണമെന്നുമാണ് ഞാൻ ചോദിക്കുന്നത്. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ വെല്ലുവിളി സ്വീകരിച്ചു. അവൻ പറഞ്ഞു: ഹേ ഇബ്രാഹിം, കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു താഴ്വരയിൽ നീ നിന്റെ സന്തതികളെ താമസിപ്പിക്കുകയും നിന്റെ മകനെ ബലിയർപ്പിച്ചു എന്ന് പറയുകയും ഇപ്പോൾ എൻ്റെ ദൈവത്വത്തിന് തെളിവ് ചോദിക്കുകയും ചെയ്യുന്നു. ഒരു ദുർബലനായ ദാസനായിക്കൊണ്ട് നീ നിന്റെ ദാസ്യവേല തെളിയിച്ചു എന്ന് നീ പറഞ്ഞു. ഇപ്പോൾ ദൈവമെന്ന നിലയിൽ ഞാനും എൻ്റെ തെളിവ് നൽകാം. അവർ അധ്വാനിക്കാതെ തന്നെ മനുഷ്യരാശി അധ്വാനിച്ച് അവർക്ക് ലോകമെമ്പാടുമുള്ള പഴങ്ങൾ എത്തിച്ച് നൽകണമെന്ന് നീ ആവശ്യപ്പെട്ടു. അതും സാധാരണ ഭക്ഷണമല്ല, ലോകത്തെമ്പാടുമുള്ള പഴവർഗ്ഗങ്ങൾ. ഞാൻ നിന്റെ ഈ വെല്ലുവിളി സ്വീകരിക്കുന്നു. പുല്ലുപോലും മുളക്കാത്ത ഈ താഴ്വരയിൽ ഞാൻ അത് കാണിച്ചു തരും. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു: ഹജ്ജ് വേളയിൽ എനിക്ക് തന്നെ ഇതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മക്കയിൽ വെച്ച് ഇന്ത്യയിലെ കരിമ്പ് കണ്ടു. മക്കയിൽ വെച്ച് ത്വായിഫിലെ മുന്തിരിയും ഉന്നത നിലവാരമുള്ള മാതള നാരങ്ങയും ഞാൻ കഴിച്ചു. കരിമ്പിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, എന്നാൽ മുന്തിരിയെക്കുറിച്ചും മാതള നാരങ്ങയെക്കുറിച്ചും എനിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും. അത്രയും മേന്മയേറിയവ ഞാൻ മറ്റെവിടെയും കഴിച്ചിട്ടില്ല. ഞാൻ യൂറോപ്പിലും സിറിയയിലും ഫലസ്തീനിലും പോയിട്ടുണ്ട്. ഇറ്റലി മുന്തിരിക്ക് വളരെ പേരുള്ള സ്ഥലമാണ്. മികച്ച മുന്തിരി ഇറ്റലിയിലാണുള്ളതെന്ന് യൂറോപ്പുകാർ പറയുന്നു. എന്നാൽ ഇറ്റലിക്കാരോട് ഞാൻ പറഞ്ഞു: ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവചനപ്രകാരം മക്കയിലെ വരണ്ട താഴ്വരയിൽ വെച്ച് ഞാൻ കഴിച്ച മുന്തിരി
ഇറ്റലിയിലെ മുന്തിരിയേക്കാൾ വളരെ മധുരമുള്ളതും രുചികരവുമായിരുന്നു. ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ നിവാസികൾക്ക് കായ്ക്കനികൾ നൽകണമേ, വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് എന്ന് പ്രാർത്ഥിച്ചതിലൂടെ യഥാർത്ഥത്തിൽ മക്കക്കാർക്കായി ഏറ്റവും ഉന്നതമായ പുരോഗതിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. കാരണം മക്കയിൽ പഴങ്ങൾ ലഭ്യമാകുക എന്നത് അസാധ്യമായിരുന്നു. അവിടെ കൃഷി അസാധ്യമായിരുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പഴങ്ങൾ എത്തിക്കുക എന്നതും പ്രായോഗികമായിരുന്നില്ല. പഴങ്ങൾ ഫ്രഷ് ആയിരിക്കണമല്ലോ. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, നാഥ, ഈ ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പോലും അവരെ അകറ്റി നിർത്തരുത് എന്നാണ്. ലോകം ഉപേക്ഷിച്ച് കഅബയ്ക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിച്ചു വെച്ചതിനാൽ ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നരുത്. ലോലമായ ഇത്തരം വസ്തുക്കളും അവിടെ എത്തിച്ചേരണം. അങ്ങനെ നിർജ്ജനമായ മരുഭൂമിയിൽ അള്ളാഹു ഐശ്വര്യം ചൊരിഞ്ഞു എന്നത് ലോകത്തിനു മുൻപിൽ ഒരു തെളിവാകണം. പിന്നീട് ഈ ആയത്തിൽ പറയുന്നുണ്ട്, കാല വമൻ കഫറ ഫഉമത്തിഉഹു ഖലീല. അള്ളാഹു പറഞ്ഞു, സത്യനിഷേധിയായവനും ഞാൻ അല്പകാലം സുഖം നൽകും. ഉപജീവനത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനൊരു നിയമവും പ്രവാചകത്വത്തിന്റെയും ഇമാമത്തിന്റെയും കാര്യത്തിൽ മറ്റൊരു നിയമവുമാണുള്ളതെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. പ്രവാചകത്വവും ഇമാമത്തും സദ്വൃത്തർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ ഉപജീവനം എല്ലാവർക്കും ലഭിക്കുന്നു. അതിനാൽ സത്യനിഷേധിയായവനും അള്ളാഹു ഈ ലോകത്ത് ആഹാരം നൽകും. 100 കണക്കിന് വർഷങ്ങൾ മക്കയിലുള്ളവർ ബഹുദൈവാരാധകർ ആയിരുന്നിട്ടും അള്ളാഹു അവർക്ക് ഉപജീവനം എത്തിച്ചു കൊടുത്തു. എന്നാൽ അവർ ഇബ്രാഹിം നബിയുടെ പരമ്പരയിലായതുകൊണ്ട് മാത്രം പരലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടില്ല. മരണശേഷം അവർ നരകത്തിൽ പ്രവേശിക്കും. അത് ഏറ്റവും മോശമായ സങ്കേതമാണ്. പിന്നീട് ശിക്ഷയുടെ കാരണവും അതേപോലെ തന്നെ മത സഹിഷ്ണുതയും എന്നതിനെ സംബന്ധിച്ച് ഈ സൂക്തത്തിൽ നിന്ന് ഹദ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഊന്നിപ്പറയുന്നൊരു പ്രധാന തത്വമുണ്ട്. അതിപ്രകാരമാണ്, പ്രവാചകന്മാരെ നിഷേധിച്ചതുകൊണ്ട് മാത്രം ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ വരില്ല. മറിച്ച് പരിധി വിട്ട ദ്രോഹവും കുഴപ്പങ്ങളും ഉണ്ടാക്കുമ്പോഴാണ് ശിക്ഷ വരുന്നത്. മനുഷ്യന് ഭൗതിക ലോകത്ത് ശരീരം കൊണ്ട് നിയമങ്ങൾ പാലിച്ചാൽ അവന് ഭൗതിക സുഖങ്ങൾ ലഭിക്കും. എന്നാൽ ആത്മീയ ലോകത്ത് വിജയിക്കണമെങ്കിൽ ആത്മീയമായ കർമ്മങ്ങൾ ആവശ്യമാണ്. ലോകസമാധാനത്തിന് ഏറ്റവും ഉത്തമമായ ഒരു മാർഗം അള്ളാഹുവിടെ പഠിപ്പിക്കുന്നു. മതപരമായ വ്യത്യാസങ്ങൾ ലൗകിക ബന്ധങ്ങൾ തകർക്കാൻ കാരണമാകരുത്. ലോകം ഇത് പിന്തുടരുകയും കലഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്താൽ മതപരമായ എല്ലാ തർക്കങ്ങളും അവസാനിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലി മുഹമ്മദ്.